ഹലോ, ഇന്ന് ഞാനും രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് കറി മതി. അപ്പം ഞങ്ങൾ ചെറിയൊരു സാമ്പാറും പിന്നെ ചോറും ആക്കാൻ വെച്ചു. പരിപ്പ് ആണല്ലോ. അടുത്ത പണി നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത പണി, തേങ്ങ. ഇനി തേങ്ങ ചിരകി വറുത്ത് അരച്ചിട്ട് വേണം റെഡിയാക്കണം. കണ്ടല്ലോ, അടുപ്പ് തേങ്ങ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഒന്ന് ചൂടാകട്ടെ. എൻ്റെ കുട്ടിപ്പട്ടാളം നടക്കുന്നതുണ്ടോ പുഴക്ക് കൂടെ? മരിക്കാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊരു നല്ല ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഒന്ന് തണുത്ത് എന്നിട്ട് വേണം അരയ്ക്കാൻ. അല്ലാതെ അരയ്ക്കാൻ പറ്റില്ല. കണ്ടോ അവൻ്റെ വികൃതി? ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് അവൻ്റെ പണി. കുഞ്ഞുങ്ങോട്ട് നോക്കിയേ, അമ്മ നോക്കിയേ, ഹായ്. ഇതേട്ടോ, തേങ്ങ നന്നായി വറുത്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം അരയ്ക്കണമെങ്കിൽ. അപ്പം നമുക്ക് അടുത്ത പണി നോക്കാം. ഇതൊക്കെ കേട്ടോ ഞാൻ എടുത്ത വെജിറ്റബിൾസ്. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പോരാ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വെജിറ്റബിളേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു സാമ്പാറാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് നോക്കാം. എന്തോ കേട്ടോ, പൊടിയാണ്. പിന്നെ മഞ്ഞപ്പൊടി കേട്ടോ, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഉപ്പാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി അടുപ്പത്ത് വെക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരം. അപ്പോഴത്തേക്ക് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വേവിച്ച പരിപ്പിലൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. ഇതൊന്ന് വെട്ടി തിളച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് തേങ്ങ ഒഴിക്കും. കണ്ടോ ഇങ്ങനെ കേട്ടോ ഞാൻ ഇത്രയ്ക്ക് തേങ്ങ ഞാൻ അരപ്പിട്ട് കഴിഞ്ഞു കേട്ടോ. നമുക്ക് നടക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ സാമ്പാറാട്ടോ. ഓക്കെ, ബൈ.